ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. അനുരഞ്ജനത്തിനായി ശബ്ദങ്ങൾ ഉയർത്തുക എന്ന് ലിയോ 14 പാപ്പ. അനുരഞ്ജനത്തിനായി ശബ്ദങ്ങൾ ഉയർത്തുക എന്ന് കത്തോലിക്ക മാധ്യമങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ജനുവരി 21, 23 തീയതികളിൽ ലൂർദിൽ നടക്കുന്ന സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ ദിനങ്ങളുടെ 29ാമത് പതിപ്പിനായി ലിയോ 14 പാപ്പ ഫ്രഞ്ച് കാത്തലിക്സ് മീഡിയ ഫെഡറേഷൻ അയച്ച സന്ദേശത്തിലാണ് ഇപ്രകാരം പറഞ്ഞത്. ഭിന്നതകളും യുദ്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് കത്തോലിക്ക മാധ്യമങ്ങളും ആശയവിനിമയ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവരോട് കഷ്ടപ്പെടുന്നവരുടെയും സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവരുടെയും കഥകൾക്ക് ഇടം നൽകണമെന്ന് ലിയോ പാപ്പ അഭ്യർത്ഥിച്ചു. നല്ല വാക്കുകളുടെ വിധക്കാരനും വെറുപ്പിന്റെയും മതഭ്രാന്തിന്റെയും ഹൃദയങ്ങളെ നിരായുധീകരിച്ച് ധീരമായ അനുരഞ്ജനം തേടുന്ന ശബ്ദങ്ങളുടെ പ്രചാരകരാകാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഛിന്നഭിന്നവും ധ്രുവീകരിക്കപ്പെട്ടതുമായ ഒരു ലോകത്ത് ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഏകാന്തരും സ്നേഹത്തിന്റെയും സന്തോഷം അറിയേണ്ടവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് അവ പ്രചരിപ്പിക്കുന്നവരാകാൻ പാപ്പ ആഹ്വാനം ചെയ്തു. ജനുവരി 21, 23 തീയതികളിൽ ലൂർദിൽ നടക്കുന്ന സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ ദിനാചരണത്തിന്റെ 29ാമത് പതിപ്പിന്റെ വേളയിലാണ് പാപ്പ ഈ സന്ദേശം അയച്ചത്. എല്ലാ വർഷവും ഫെഡറേഷൻ ഡൈസ് മീഡിയാസ് കാത്തലിക്സ് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള പത്രപ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുവന്ന് കത്തോലിക്ക മാധ്യമങ്ങളുടെയും ആശയവിനിമയത്തിന്റെയും ദൗത്യത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ ദിനത്തിൽ ആടുകളെ ആശീർവദിച്ച് ലിയോ 14 പാപ്പ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കത്തോലിക്ക സഭയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ ദിനത്തിലാണ് ലിയോ 14 പാപ്പ 2 ആട്ടിൻകുട്ടികളെ ആശീർവദിച്ചത്. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിലുള്ള അർബൻ 8 ചാപ്പലിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. Fondi la grazia dello Spirito Santo su coloro che rivestiti del pallio, tessuto con la lana di questi agnelli, e deposto sul sepolcro dell'apostolo Pietro. Padre, Figlio e Spirito Santo. Amen. ഓരോ വർഷവും ജനുവരി 21 വിശുദ്ധ ആഗ്നസിന്റെ ഓർമ്മദിനത്തിൽ ആടുകളെ മാർപ്പാപ്പയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന പതിവുണ്ട്. ലാറ്റിൻ ഭാഷയിൽ ആഗ്നസ് എന്നാൽ കുഞ്ഞാട് എന്നാണ് അർത്ഥം. ഈ ആടുകളുടെ രോമം ഉപയോഗിച്ചാണ് പാലിയം നിർമ്മിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2017 ശേഷം ഈ ചടങ്ങ് വത്തിക്കാനിൽ നേരിട്ട് നടത്തുന്നത് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ലിയോ 14 മാർപ്പാപ്പ ഈ പുരാതന റോമൻ പാരമ്പര്യം വത്തിക്കാനിൽ വീണ്ടും പുനരാരംഭിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ചുവപ്പും വെള്ളയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കൊട്ടയിലാണ് ആട്ടിൻകുട്ടികളെ മാർപ്പാപ്പയുടെ അടുത്തെത്തിച്ചത്. വെള്ളനിറം വിശുദ്ധിയെയും ചുവപ്പ് രക്തസാക്ഷിത്വത്തെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ ആഗ്നസിന്റെ നാമത്തിലുള്ള ബസിലിക്കയിൽ എത്തിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ജൂൺ 29 വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹമാരുടെ തിരുനാൾ ദിനത്തിൽ മാർപ്പാപ്പ പുതിയ മെത്രാപ്പോലിത്തമാർക്ക് ഈ പാലിയങ്ങൾ നൽകി ആദരിക്കും. ഗാസ സമാധാന ചർച്ച ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം വത്തിക്കാൻ പരിഗണനയിൽ. ഗാസ സമാധാന ബോർഡിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് പരിശുദ്ധ സിംഹാസനത്തിന് ക്ഷണം ലഭിച്ചതായും അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു വരികയാണെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു. റോമിൽ നടന്ന ഒബ്സർവേറ്ററി ഫോർ ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു കർദിനാൾ പരോളിൻ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി വത്തിക്കാന്റെ സജീവ ഇടപെടൽ ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ ധാർമ്മികമായ സ്വാധീനവും നയതന്ത്ര ഇടപെടലുകളും വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം മുതൽക്കേ ഗാസയിലെ വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി ആഗോളതലത്തിൽ ശബ്ദമുയർത്തുന്നുണ്ട്. സമാധാനത്തിനുള്ള ഏത് ശ്രമത്തെയും വത്തിക്കാൻ പിന്തുണയ്ക്കുമെന്നും എന്നാൽ ഇതിന്റെ പ്രായോഗിക വശങ്ങളും ചർച്ചകളുടെ സ്വഭാവവും വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്ന് കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു. അമേരിക്കയുടെ പുതിയ ഭരണകൂടം മിഡിൽ ഈസ്റ്റ് നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വം എന്ന നിലയിൽ വത്തിക്കാന്റെ പങ്കാളിത്തം ചർച്ചകൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണയും വിശ്വാസ്യതയും നൽകുമെന്ന് കരുതപ്പെടുന്നു.
വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 വർഷത്തിനു ശേഷം പെസഹ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങൾ വീണ്ടും ലാറ്ററൻ ബസിലിക്കയിൽ. പാരമ്പര്യം വീണ്ടെടുത്ത് ലിയോ 14 പാപ്പ. ഏപ്രിൽ 2 ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പൊന്തിഫിക്കൽ ഹൗസ് ഹോൾഡ് പ്രിഫെക്ചർ പ്രസിദ്ധീകരിച്ച പേപ്പൽ ആരാധനാക്രമങ്ങളുടെ കലണ്ടറിലാണ് ഇത് സംബന്ധിച്ച വിവരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ദീർഘകാല റോമൻ പാരമ്പര്യമാണ് ഇതോടെ വീണ്ടും സജീവമാകുന്നത്. സാധാരണയായി ജോൺ ലാറ്ററൻ ബസിലിക്കയിലാണ് പെസഹ വ്യാഴാഴ്ചത്തെ പ്രധാന തിരുക്കർമ്മങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ കാലയളവിൽ ഈ പതിവ് രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. 2013 ചുമതല ഏറ്റെടുത്തതു മുതൽ ഫ്രാൻസിസ് പാപ്പ തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായിരുന്ന കാലത്തെ ശീലം പിന്തുടർന്ന് ആഡംബരപൂർണമായ ബസിലിക്കകൾക്ക് പകരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അടുത്തേക്കാണ് അദ്ദേഹം പോയത്. 2013 മാർച്ച് 28 തന്റെ ആദ്യ പെസഹ വ്യാഴാഴ്ച കർമ്മങ്ങൾ അദ്ദേഹം നിർവഹിച്ചത് കാസിൽ ഡെൽമോ മാർമോ ജുവനേൽ ജയിലിലായിരുന്നു. അവിടെ ഒരു മുസ്ലിം യുവതിയും ഇറ്റാലിയൻ യുവതിയും ഉൾപ്പെടെ 12 തടവുകാരുടെ കാലുകൾ കഴുകി അദ്ദേഹം വിനയത്തിന് മാതൃക കാട്ടി. തുടർന്നുള്ള 12 വർഷങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ജയിലുകളിലുമാണ് അദ്ദേഹം ഈ ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. ലിയോ 14 പാപ്പ പാരമ്പര്യമായി നടന്നു വന്നിരുന്ന രീതിയിലേക്ക് മടങ്ങുന്നതിനെ വലിയ താൽപര്യത്തോടെയാണ് വത്തിക്കാൻ നിരീക്ഷകർ കാണുന്നത്. പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഷ്ടപ്പെടുന്നവരുടെ ചാരയെത്തണം, സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കണമെന്ന് ലിയോ 14 പാപ്പ. സ്നേഹം എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ലെന്നും അത് സഹായം ആവശ്യമുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പ്രേരണയാകണമെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. ആഗോള രോഗീ ദിനത്തിന് മുന്നോടിയായി നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഫെബ്രുവരി 11 34ാമത് ആഗോള രോഗീ ദിനം പെറുവിലെ ചിക്ലായോയിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന വേദനകളോട് നിസ്സംഗത കാണിക്കുന്ന രീതി മാറണം. ഇതിനായി ബൈബിളിലെ നല്ല സമരിയാക്കാരന്റെ കഥ പാപ്പ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. വഴിയിൽ മുറിവേറ്റ് കിടന്നവനെ സഹായിക്കാൻ തയ്യാറായ സമരിയാക്കാരനെ പോലെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാൻ നമുക്ക് കഴിയണം. നിസ്സംഗതയുടെ സംസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു തലമുറയ്ക്ക് കണ്ടുമുട്ടലിന്റെ കൃപയും അടുപ്പവും സാന്നിധ്യവും ഉളവാക്കുന്ന സന്തോഷവും എടുത്തു കാണിക്കുന്നതാണ് സമരിയാക്കാരന്റെ മാതൃകയെന്ന് പാപ്പ പറഞ്ഞു. ശ്രദ്ധാപൂർവമായ നേട്ടം മാനുഷികവും പിന്തുണയ്ക്കുന്നതുമായ അടുപ്പത്തിലേക്ക് നയിക്കുന്നുവെന്നും സന്ദേശത്തിൽ പാപ്പ ഓർമ്മിപ്പിച്ചു. സ്നേഹം നിഷ്ക്രിയമല്ല, അത് അവരനെ കണ്ടുമുട്ടാൻ നമ്മെ സഹായിക്കുന്നതാണെന്ന് പാപ്പ പറഞ്ഞു. എന്നാൽ ഇത് ശാരീരികമോ സാമൂഹികമായ അടുപ്പത്തെ ആശ്രയിച്ചില്ലെന്നും മറിച്ച് സ്നേഹിക്കാനുള്ള തീരുമാനത്തെ ആശ്രയിച്ചാണെന്നും പറഞ്ഞ പാപ്പ, അതിനാൽ നല്ല സമരിയാക്കാരനായ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ അയൽക്കാരനായി തീരാനാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ വെളിപ്പെടുത്തി. ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ 14 പാപ്പ. ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പാവലുമായാണ് ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം പ്രസിഡന്റ് പിന്നീട് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നടന്ന സൗഹൃദപരമായ ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല നയതന്ത്ര ബന്ധങ്ങൾ പുതുക്കപ്പെട്ടു. അവയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഉദ്ദേശവും വീണ്ടും ഉറപ്പിക്കപ്പെട്ടുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു. പൊതു താൽപര്യമുള്ള വിഷയങ്ങളിലും പ്രാദേശിക അന്തർദേശീയ സ്വഭാവമുള്ള നിരവധി സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തതായി പറഞ്ഞു. നിലവിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചും സമാധാനത്തിനായുള്ള അടിയന്തര പ്രതിബദ്ധതയുടെയും അന്താരാഷ്ട്ര സഹവർത്തിത്വത്തിന് അടിവരയിടുന്ന തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും വീണ്ടെടുക്കലിന്റെയും പ്രാധാന്യവും ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ ഭാഗമായി. സ്പെയിനിലെ ട്രെയിൻ അപകടം അനുശോചനം അറിയിച്ച് ലിയോ 14 പാപ്പ. ജനുവരി 19 സ്പെയിനിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ലിയോ 14 പാപ്പ പ്രാർത്ഥനകളും അനുശോചനങ്ങളും അറിയിച്ചു.
ഈ അപകടത്തിൽ 39 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനുവരി 19 പുറത്തിറക്കിയ സ്പാനിഷിൽ എഴുതിയതും കർദിനാൾ പിയത്രോ പരോളിന് ഒപ്പിട്ടതുമായ ലിയോ 14 പാപ്പയുടെ ടെലിഗ്രാം സന്ദേശത്തിൽ മാർപ്പാപ്പ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിനായി പ്രാർത്ഥിക്കുമെന്നും പാപ്പ അറിയിച്ചു. രക്ഷാപ്രവർത്തകർ ദുരിതാശ്വാസത്തിനും സഹായത്തിനുമുള്ള അവരുടെ ശ്രമങ്ങളിൽ തുടരാൻ പാപ്പ പ്രോത്സാഹിപ്പിച്ചു. ഞായറാഴ്ച വൈകുന്നേരം തെക്കൻ സ്പെയിന്റെ തലസ്ഥാനമായ മാഡ്രിഡിലേക്ക് പോയ ട്രെയിൻ എതിർ ട്രാക്കിലേക്ക് പാളം തെറ്റി എതിരെ വന്ന ഒരു ട്രെയിനിൽ ഇടിക്കുകയായിരുന്നു. BBC പറയുന്നതനുസരിച്ച് 2 ട്രെയിനുകളിലും യാത്രക്കാരും ജീവനക്കാരുമായി 400ഓളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. കോംകോയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും വേണ്ടി പ്രാർത്ഥന അഭ്യർത്ഥിച്ച് ലിയോ 14 പാപ്പ. കോംകോയിലെ ആഭ്യന്തര കലാപത്തിലും ദക്ഷിണാഫ്രിക്കയിലെ പ്രളയത്തിലും ദുരിതമനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനാണ് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തത്. വത്തിക്കാനിൽ നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പാപ്പ. Che riconosce in Gesù l'agnello di Dio, il Messia. Ecco l'agnello di Dio, dice, colui che toglie il peccato del mondo. E aggiunge, sono venuto a battezzare nell'acqua perché egli fosse manifestato a Israele. Giovanni riconosce in Gesù il Salvatore, ne proclama la divinità e la missione al popolo di Israele e poi si fa da parte, esaurito il proprio compito, come attestano queste sue parole. Dopo di me viene un uomo che è avanti a me, perché era prima di me. Davanti a Gesù riconosce la propria piccolezza e fa spazio alla grandezza di Lui. Sa di essere stato mandato a preparare la via al Signore. E quando il Signore viene, con gioia e umiltà, ne riconosce la presenza e si ritira dalla scena. Quanto è importante per noi oggi la sua testimonianza. Infatti, all'approvazione, al consenso, alla visibilità viene data spesso un'importanza eccessiva, tale da condizionare le idee, i comportamenti e gli stati d'animo delle persone, da causare sofferenze e divisioni, da produrre stili di vita e di relazioni effimeri, deludenti, imprigionanti. കിഴക്കൻ കോംകോയിൽ തുടരുന്ന വംശീയ കലാപവും ആക്രമണങ്ങളും ജനജീവിതം ദുസ്സഹമാക്കുന്നതിൽ പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു. സംഘർഷം മൂലം ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. പലരും അയൽരാജ്യമായ ബുറൂണ്ടിയിൽ അഭയം തേടിയിരിക്കുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ശുദ്ധജലത്തിന്റെയും ഭക്ഷണത്തിന്റെയും അഭാവം മൂലം കോളറ പോലുള്ള പകർച്ചവ്യാധികൾ പടരുന്നതിൽ പാപ്പ ആശങ്ക അറിയിച്ചു. ആയുധങ്ങൾ ഉപേക്ഷിച്ച് ചർച്ചകളിലൂടെ സമാധാനം കണ്ടെത്താൻ ബന്ധപ്പെട്ട കക്ഷികളോട് പാപ്പ അഭ്യർത്ഥിച്ചു. ദക്ഷിണാഫ്രിക്ക, മൊസംബിക്ക, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ 400-ലധികം പേർ മരിച്ച സംഭവത്തിൽ മാർപ്പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. ദുരിതബാധിതർക്കും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയും പാപ്പ വാഗ്ദാനം ചെയ്തു. കിഴക്കൻ കോംകോയിൽ പ്രകൃതി ദുരന്തവും സംഘർഷവും ഒരുപോലെ ജനങ്ങളെ വേട്ടയാടുകയാണെന്നും സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കാൻ ലോകം ഒന്നിച്ചു നിൽക്കണമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ കണ്ണുകളിൽ നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണെന്ന് ലിയോ 14 പാപ്പ. ലൗകികമായ പ്രശസ്തിക്കും അംഗീകാരങ്ങൾക്കും പിന്നാലെ പോകാതെ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ കണ്ണുകളിൽ എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് തിരിച്ചറിയണമെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. È l'amore di cui ci parla Gesù, quello di un Dio che ancora oggi viene tra noi non a stupirci con effetti speciali, ma a condividere la nostra fatica e a prendere su di sé i nostri pesi. Non lasciamoci trovare distratti al suo passaggio. Non sprechiamo tempo ed energie inseguendo ciò che è solo apparenza.
impariamo da Giovanni il Battista a mantenere vigile lo spirito, amando le cose semplici e le parole sincere, vivendo con sobrietà e profondità di mente e di cuore, accontentandoci del necessario e trovando possibilmente ogni giorno un momento speciale in cui fermarci in silenzio a pregare, riflettere, ascoltare, insomma, a fare deserto per incontrare il Signore e stare con Lui. Ci aiuti in questo la Vergine Maria, modello di semplicità, di saggezza e di umiltà. സ്നാപയോഹന്നാൻ യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിക്കുന്ന സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു പാപ്പയുടെ സന്ദേശം. ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നിട്ടും യേശുവിനായി വഴിമാറിക്കൊടുത്ത സ്നാപയോഹന്നാന്റെ വിനയത്തെ നാം മാതൃകയാക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പ്രശസ്തിയോ അംഗീകാരങ്ങളോ നൽകുന്ന താൽക്കാലിക സന്തോഷത്തിന് പിന്നാലെ പോകുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നതെന്നും പാപ്പ വെളിപ്പെടുത്തി. നമ്മുടെ കുറവുകളിലും പ്രയാസങ്ങളിലും പങ്കുചേരുവാനും നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നതിനുമാണ് ദൈവം വരുന്നത്. ആ സാമീപ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് മാതൃക പിന്തുടരണമെന്ന് ആശംസിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.